ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമുക്ക് വരാൻ പോകുന്ന അതിഥി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ്. ഒന്നിനുമേലൊന്നായിട്ട് പാട്ടുകൾ ഹിറ്റ് നൽകിയ ആളാണ്. ജനങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിച്ചോ അത്രത്തോളം അദ്ദേഹത്തിന്റെ മേൽ കുറ്റങ്ങളും ആരോപിച്ചു. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ആ കുറ്റാരോപണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. रजत सर इप्पो അടുത്തിരിപ്പുണ്ട്. तुमसे मिलके दिल का है जो हाल क्या कहें, हो गया है ऐसा ये कमाल क्या करें. तुमसे मिलके दिल का है जो हाल क्या कहें, हो गया है ऐसा ये कमाल क्या करें. दुम तारा 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 दुम्मा. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ഉമാ ശർമ്മയുടെ അനുവാദം നമുക്ക് ചോദിക്കാം. ഇന്നത്തെ വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിൽ അനു മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ അനു മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഓവർ അംബീഷ്യസ് ആണ് എന്നുള്ളതാണ്. അനു മാലിക്, താങ്കൾ ജനങ്ങളോടും ഈ ആപ്കി അദാലത്തിനോടും പറയുക, താങ്കൾ എത്രത്തോളം ഓവർ അംബീഷ്യസ് ആണ്, അതിനുവേണ്ടി താങ്കൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയുക. അതിനു മുൻപ് താങ്കളെക്കുറിച്ച് ഒരു കാര്യം പറയണം. താങ്കൾ എങ്ങനെയുള്ള ഒരു പിതാവിന്റെ മകനാണെന്ന് വെച്ചാൽ സർദാർ മലിക് അലിയുടെ മകനാണ്. സംഗീത ലോകത്ത് അദ്ദേഹത്തിന് തനി സ്ഥാനം തന്നെയുണ്ട്. പിന്നെ താങ്കൾക്ക് ഈ കാര്യം വളരെ നന്നായിട്ട് അറിയാം. താങ്കളുടെ അച്ഛന് പ്രത്യേക മര്യാദ തന്നെയുണ്ട്. അദ്ദേഹം ഒരാളുടെ മുന്നിലും കൈ നീട്ടാറില്ല. തനിക്ക് ജോലി വേണമെന്ന് ആരുടെ മുന്നിലും പോയി പറയാറുമില്ല. എന്റെ അച്ഛനെ നിങ്ങൾ എത്രത്തോളം പുകഴ്ത്തുന്നോ അതിനൊക്കെ അദ്ദേഹം അർഹതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിലുള്ളത്. എന്റെ കൊച്ചുപ്രായം മുഴുവൻ കലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കും. ഞാൻ അച്ഛൻ്റെ ഒപ്പം പാട്ട് കേൾക്കും. ഇല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ പറയാം. सारंगा तेरी याद में ऐ गम दिल क्या करूँ, ऐ वहशत दिल क्या करूँ, मुझे तुमसे मोहब्बत है मगर मैं कह नहीं सकता वगैरह वगैरह. 7 വയസ്സ് തൊട്ട് ഞാൻ നോട്ടീസ് ചെയ്തതാ 9 വയസ്സിൽ ഞാൻ വരുമ്പോൾ. 9 വയസ്സ് എനിക്കുള്ളപ്പോൾ എൻ്റെ അടുത്തൊരു നെയ്ബർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഒരുപാട് പേര് വരും, പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യും. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നമ്മുടെ വീട്ടിലോട്ട് എന്താ ആൾക്കാർ വരാത്തതെന്ന്, നമ്മളെ കാണാൻ എന്തുകൊണ്ട് ആൾക്കാർ വരാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ലൈൻ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമോ. कौन आएगा यहाँ किसके लिए आएगा, ऐसे वीराने में आएगा तो क्या पाएगा. ഞാൻ ചോദിച്ചു എന്താ കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത്. ഇത്രയും ടാലന്റ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പണി കിട്ടാണ്ടിരിക്കുന്നത്? വലിയ വലിയ ഡയറക്ടേഴ്സ്, വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് എന്തുകൊണ്ടാണ് ജോലി നൽകാത്തത്? അത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു വിചിത്രമായ പോയിന്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ സാധിക്കണമെന്ന് വെച്ചാൽ അത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ അച്ഛന് വേണ്ടിയാ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ. പിന്നെ ഓവർ ആംബിഷനെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്നില്ലേ, ഒരുപക്ഷെ ഞാൻ ഓവർ ആംബിഷ്യസ് ആയിരിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം. കാരണം ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്ത് പ്രോമിസ് ചെയ്തായിരുന്നു, ഡാഡി ഏതൊക്കെ വലിയ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചോ, വലിയ പേരും പുകഴോ ഉള്ളവർ, ഒരു ദിവസം ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വരും, അവരുടെ അടുത്ത് ഞാൻ പണിയെടുക്കും, അവരുടെ അടുത്ത് ശമ്പളം മേടിക്കും, അവരെ ഞാൻ തീർച്ചയായിട്ടും കൈയടിപ്പിക്കുമെന്ന്. ഇത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞതാ. ഇതിൽ എന്താണ് തെറ്റുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് പറയണം. മറ്റൊരു കാര്യം, അനു മാലിക് സാർ, താങ്കൾക്ക് 16 വയസ്സുള്ളപ്പോൾ തന്നെ താങ്കൾ കഴുത്തിൽ ഹാർമോണിയം ഇട്ടുകൊണ്ട് ഓരോ കഥവിലും പോയി തട്ടുമായിരുന്നു. സാർ അത്ര ഡീപ്പായ കാര്യം നിങ്ങൾ ഇത്ര എളുപ്പത്തിലാണ് പറഞ്ഞു തീർത്തെന്ന് വെച്ചാൽ. ഞാൻ 16 വയസ്സിലല്ല, ഞാൻ 10 വയസ്സ് തൊട്ടേ ജനങ്ങളുടെ അടുത്ത് പോയി പ്ലീസ് എനിക്കൊരു പണി തരുമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും, മോനെ നീ എന്താ കാണിച്ചോണ്ടിരിക്കുക? അപ്പോൾ ഞാൻ പറയും, പാടുന്നത് ഒരു കാര്യമാണ്, പക്ഷെ വായിക്കുന്നത് മറ്റൊരു കാര്യമാണ്. സത്യം എന്തോ അതാണ്. ഞാൻ 16 വയസ്സ് തൊട്ടേ പണിയെടുക്കാൻ. ജനങ്ങൾ താങ്കളോട് ചോദിച്ചില്ലേ സ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് ഹാർമോണിയം ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന്? സാർ ആ സമയത്ത് ഞാൻ സ്കൂളിലും പോയിക്കൊണ്ടിരുന്നതാ, പക്ഷെ ഞാൻ സ്കൂളിലും പോയിട്ട് പണിയും എടുത്തതായിരുന്നു. പഠിത്തം ഇമ്പോർട്ടൻ്റ് ആണ്, ആ സമയത്ത് നമുക്ക് പണിയും വേണം സാർ. എൻ്റെ ഡാഡിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആ കുറവെന്താന്ന് വെച്ചാൽ, അതൊരു കുറവാന്ന് പോലും പറയാൻ പറ്റില്ല, അതൊരു സെൽഫ് റെസ്പെക്ട്. അതുകൊണ്ട് അദ്ദേഹം ആരുടെ അടുത്തും ജോലി ചോദിച്ചില്ല. പക്ഷെ ഞാൻ ചോദിക്കും, ഞാൻ തീർച്ചയായിട്ടും ജോലി ചോദിക്കും, ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും. കാരണം അത് ഓവർ ആംബിഷ്യസ് ആണ്. പണി എനിക്ക് വളരെ അത്യാവശ്യമാണ്. എനിക്ക് പണിയെടുക്കുന്ന അല്ലാണ്ട് വേറെ ഒരു പണിയും അറിയത്തില്ല. ഞാൻ മ്യൂസിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പോയി തീർച്ചയായിട്ടും ചാൻസ് ചോദിക്കും. ഇത് സത്യമാണോ? താങ്കൾ പ്രൊഡ്യൂസേഴ്സിന്റെ മുന്നിൽ കാറിന്റെ ബോണറ്റിലടിച്ച് തബലയൊക്കെ വായിച്ച് കാണിക്കുമെന്ന്? സാർ, ഇതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. ഞാനൊരു പ്രൊഡ്യൂസറിനെ ബാത്റൂമിൽ വെച്ച് പിടിച്ചിരുന്നു. അത് പിന്നെ അദ്ദേഹം ആരെയോ അവിടെ കാണാനായിട്ട് പോയതായിരുന്നു. അദ്ദേഹം സിനിമ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞ അടുത്ത സെക്കൻഡ് ഞാൻ പുറകെ പോയി അദ്ദേഹത്തിന് ഒരിക്കലും കൈ പിടിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് മാറും, അവിടെ പോകും, ഫോൺ വിളിക്കുമ്പോൾ ബിസിയാണ്, പിന്നെ സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ബാത്റൂം ആയിരിക്കും ശരിയായ സ്ഥലമെന്ന്. അപ്പോൾ അദ്ദേഹം അകത്ത് പോയതും ഞാൻ സ്റ്റാർട്ട് ചെയ്തു.
ഞാൻ പാട്ട് പാടാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം വാട്ട് ഇസ് ദിസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഐ എം സിംഗിങ് എന്നാ ഞാൻ പറഞ്ഞത്. പുറത്ത് അദ്ദേഹം വന്നിട്ട് നീ പാടിയ പാട്ട് എന്താന്നാ ചോദിച്ചത്. ആ പാടിയ പാട്ട് ഞാൻ പാടി കാണിക്കാം സാറിന്. सोनी मेरी सोनी सोनी और नहीं कोई होनी सोनी रब से ज्यादा तेरा नाम लेता हूँ रब मुझे माफ करे. ഇതൊക്കെ തീർത്തതിനു ശേഷം ഈ ലൈൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ मेरा इंसाफ करे. ഇത് ബക്ഷി സാർ കംപ്ലീറ്റ് ചെയ്തതാ. വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു ഞാൻ, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ജോലി വേണമെന്ന്. വീട്ടിലാണെങ്കിൽ ഒരു ഭാഗത്ത് ടെൻഷൻ ആയിരുന്നു, പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ജോലി വേണമെന്ന്. എങ്ങനെയെങ്കിലും ഞാൻ പണിയെടുത്തേ പറ്റൂ, എങ്ങനെയെങ്കിലും ഞാൻ പണിയെടുത്തിട്ട് പോകണം. അത് മാത്രമല്ല ഞാൻ അന്ന് പോയി പാട്ട് പാടിക്കൊണ്ടിരുന്നതായിരുന്നു. അന്ന് ഉമേഷ് മെഹ്റ സാറിനെ ഞാൻ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യുന്നു, കാരണം അദ്ദേഹം എനിക്ക് അന്ന് ചാൻസ് തന്നതാ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് ഞാൻ അദ്ദേഹത്തിനെ വളരെ ഡിസ്റ്റർബ് ചെയ്ത് ചാൻസ് ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം എനിക്ക് ചാൻസ് തരത്തില്ലായിരുന്നു. ഒരു പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞത് താങ്കൾ രാവിലെ ജുഹു ബീച്ചിൽ വെച്ച് അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഒരു പടത്തിന് സൈൻ ചെയ്തെന്നാണ്. പ്രൊഡ്യൂസേഴ്സ് ഒക്കെ രാവിലെ വാക്കിംഗ് പോകുമ്പോൾ അവരുടെ മൂടൊക്കെ നല്ല രസമായിരിക്കും. കാലത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇളനീര് കുടിച്ചോണ്ടിരിക്കും അവര്. അപ്പൊ അവരുടെ മൂടൊക്കെ നല്ല മൈൻഡ് റിഫ്രഷിംഗ് ആയിട്ടുണ്ടാവും. പക്ഷെ 11-11 മണിക്കൊക്കെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല റൂഡായിരിക്കും അവര്. ആർട്ടിസ്റ്റ് ടെൻഷൻ, പ്രൊഡ്യൂസേഴ്സ് ടെൻഷൻ, സ്റ്റാർസിന്റെയും ഡേറ്റ്സിന്റെയും പിന്നെ ഫൈനാൻസ് ടെൻഷൻ. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഈ സമയത്ത് പോകുമ്പോൾ നല്ല മൂഡിലായിരിക്കും അവര്. ബീച്ചിൽ നിന്ന് കാറ്റടിക്കുന്നുണ്ട്, അപ്പൊ അവർ നല്ല മൂഡിലായിരിക്കും. അപ്പൊ ഞാൻ ഈ സമയത്ത് നല്ല മൂഡായതുകൊണ്ട് ഞാൻ പോയി ഒരു പാട്ട് പാടാൻ നോർത്ത പ്രൊഡ്യൂസറിന്റെ അടുത്ത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പാടി കാണിച്ചു. അപ്പൊ പ്രൊഡ്യൂസർ എനിക്ക് സിനിമ ചാൻസ് തന്നു. ആ സിനിമയുടെ പേര് ദൂത് കാ ഗാരസ്. പ്രൊഡ്യൂസറുടെ പേര് സലീം. അദ്ദേഹം കൽക്കട്ടയിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് ചാൻസ് തന്നതിന് വളരെയധികം ഞാൻ സന്തോഷപ്പെട്ട് നന്ദി പറയുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ കേട്ടു, താങ്കൾ എത്രത്തോളം അംബീഷ്യസ് ആണെന്ന് വെച്ചാൽ വലിയ വലിയ ബാനറിന്റെ പിന്നാലെ താങ്കൾ ഇപ്പോൾ ഓടാൻ തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. അവരൊക്കെ വളരെ പ്രൊഫഷണൽ ആയിരിക്കും, അവരുടെ അടുത്ത് വലിയ ആക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ എന്റെ പാട്ട് ഞാൻ നല്ല സ്റ്റാർസിനെ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതിലൊന്നും തെറ്റില്ലല്ലോ. ഞാൻ ഇപ്പോഴും അവരുടെ അടുത്ത് പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഒരുപക്ഷെ അവരെന്നെ ഇൻസെക്യൂർ എന്ന് വിചാരിക്കാം, പക്ഷെ അവർ വിചാരിച്ചാൽ ഞാൻ ഇൻസെക്യൂർ ആണ്. ഇത് വളരെ ചാലഞ്ചിങ് ആയ ഒരു ലോകമാണ്. ഇതിൽ നമ്മൾ പോരാടിയ. പക്ഷേ ചെറിയ ബാനർ, ചെറിയ പ്രൊഡ്യൂസേഴ്സ് അവരെന്താണ് കരുതുന്നതെന്ന് വെച്ചാൽ അനുമലിക്കിന് ഞങ്ങൾ പൈസയാണ് കൊടുക്കുന്നത്, പക്ഷെ അത്രത്തോളം ഭംഗിയായിട്ട് കമ്പോസ് ചെയ്ത് തരുന്നില്ലെന്ന്. കാശിനെ കുറിച്ച് പറയാം. ഞാൻ എന്റെ പ്രൊഡ്യൂസേഴ്സ് തരുന്നത് അത് അങ്ങനെ തന്നെ ഞാൻ മേടിക്കും. ഞാൻ അവരുടെ അടുത്ത് പോയി എനിക്ക് ഇത്രയും വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. ബഡ്ജറ്റ് എന്തായാലും ഞാൻ അതിനേറ്റ പോലെ പണിയെടുത്തേക്കും. ഏതൊരു സിംഗർ ആണെങ്കിലും ഞാൻ പണിയെടുക്കും. എന്നെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ നന്നായിരുന്ന ഞാനും നന്നായിരിക്കും. അദ്ദേഹം എനിക്ക് സിനിമ ചാൻസ് തരും, അല്ലാണ്ട് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും കാണില്ല. പഴയ പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സ് പണി തന്നെയാണ്. അത് ഏത് സിനിമയായാലും ഏത് പാട്ടായാലും ശരി. ആൻഡ് ഇമ്പോർട്ടന്റ്, ആദ്യമായിട്ട് ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരുടെ അടുത്തുനിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കോമഡി ആക്ടർ മോഹൻ ചോടി. ഡാഡിയും അദ്ദേഹം കൂടെ ചേർന്ന് 177 ഒരു സിനിമ എടുത്തോണ്ടിരുന്നു. അന്ന് അദ്ദേഹം അനു നീ ഈ പാട്ട് ചെയ്യ്, അതായത് ഈ പാട്ട് നീ ചെയ്യണം. ഞാൻ ആ മ്യൂസിക് ചെയ്തു. അത് ആഷാജി ആയിരുന്നു പാട്ട് പാടിയത്. ആൻഡ് ഐ താങ്ക് ആഷാജി. ആ പാട്ടിന്റെ വരിയൊക്കെ ഇങ്ങനെയായിരുന്നു. जुल्म सितम पर इतराने वाले तू भी तो एक दिन मिट जाएगा, तेरा जमाना है मैंने माना, मेरा भी एक दिन आएगा. ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് 100 രൂപ കിട്ടി. ആ 100 രൂപയെന്നായിരുന്നു ഞാൻ അന്ന് 6 മാസം ഞാൻ എടുത്തോണ്ട് പോയിട്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ചെക്ക് ബൗൺസ് ആവും. അത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ എടുത്തോണ്ട് പോകുമ്പോൾ ആ 100 രൂപയ്ക്ക് വേണ്ടി ശരി നിങ്ങൾ ആ പൈസയുടെ കാര്യം വിട്ടേക്ക്. പക്ഷെ ഞാൻ ഈ കാര്യം തീർച്ചയായിട്ടും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഒരു തീരുമാനത്തിലോട്ട് എത്തി. ഏതൊരു പ്രൊഡ്യൂസർ ആയാലും നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം. അപ്പൊ എന്റെ ആദ്യത്തെ ഫിലിം ഏക് ജാൻ ഏ ഹം, സോനി മേവാൾ, ജീത്തെ ഹേ ഷാൻ സെ, ആവാർഗി, ഇതൊക്കെ എന്റെ സ്റ്റാർട്ടിംഗ് ഫിലിംസ് ആയിരുന്നു. ജസ്റ്റ് ബിഫോർ തേരി കഹാനി ആനായകി, പിന്നെ ബാസിക. ഞാൻ ഏകദേശം എല്ലാ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രൊഡ്യൂസേഴ്സും എനിക്ക് ദൈവത്തിനെ പോലെയാണ്. താങ്കൾ പഴയ സിനിമകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ പക്കലുണ്ട്. ഈ ഫിലിമിനെ കുറിച്ച് എനിക്ക് കുറ്റം ആരോപിക്കാനോ? എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്നെ കളിയാക്കിയായിരിക്കും ഇവിടെ നയിക്കാൻ പോകുന്നത്. ഞാൻ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ആരതെടുത്തൊന്നുമല്ല എന്നെ ഇവിടെ നയിക്കാൻ പോകുന്നത്. ആദ്യം എന്നെ നന്നായിട്ട് കൂളാക്കി വെച്ചേക്കുവാണല്ലേ. ഇങ്ങനെ പതിയെ കൊണ്ടുവന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് എന്നെ അവസാനം അയപ്പിക്കാൻ പ്ലാൻ അതല്ലേ? ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം താങ്കൾ മ്യൂസിക് എങ്ങനെയാണ് മോഷ്ടിച്ചെന്ന് പറയുക, അതുപോലെ കോപ്പി കാറ്റ് എന്നുള്ള പേര് എങ്ങനെ കിട്ടിയെന്ന് പറയുക. ഇപ്പോൾ ഒരു ബ്രേക്ക്. ആപ്കി അദാലത്തിൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും നടുവിലിരിക്കുന്നത് പ്രശസ്ത മ്യൂസിക് കമ്പോസറായ അനു മാലിക്കാണ്. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ അനു മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു കോപ്പി കാറ്റ് ആണ് എന്നുള്ളതാണ്. അനു മാലിക് സാർ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ എന്നോട് പറഞ്ഞത് അദ്ദേഹം എപ്പോഴെങ്കിലും മ്യൂസിക് സംബന്ധമായിട്ടുള്ള ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ താങ്കളായിരിക്കും ഹീറോ, അതുപോലെ ആ സിനിമയുടെ പേര് മോഷണം നമ്പർ 1 എന്നായിരിക്കും. ആ പ്രൊഡ്യൂസർ ആരാണെങ്കിൽ പോലും ദയവ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഇപ്പൊ നിങ്ങൾ ഈ മോഷണത്തിനെ കുറിച്ച് പറയുന്നു. എനിക്ക് ആരുടെ രഹസ്യം പുറത്തു പറയാൻ ആഗ്രഹമില്ല, കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കാൻ അത്ര കൊള്ളൂല. എൻ്റെ എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്. എൻ്റെ ഗുരുനാഥൻ ജയകൃഷ്ണൻ അദ്ദേഹം കാരണം എനിക്ക് അനു മാലിക് എന്ന പേര് കിട്ടിയേ. അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും ഞാനത് പറഞ്ഞു തന്നേക്കാം. സൂപ്പർ ഹിറ്റ് പാട്ടത്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാനത് പാടി കാണിച്ചു തരാം. മറ്റൊരു സ്റ്റൈലിൽ പാടാം. कौन है जो सपनों में आया, कौन है जो दिल में समाया, लो झुक गया आसमां भी
इश्क नया रंग लाया. അതിന്റെ അടുത്ത വരി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓ പ്രിയ ഈ വരിയായിരിക്കും. ആക്ച്വൽ ലൈൻ എന്താന്ന് വെച്ചാൽ മാർഗരീറ്റ. ഇത് എൽവി പ്രസ്ലി പറഞ്ഞത്. അദ്ദേഹമാണ് ഈ പാട്ട് പാടിയതും. ഇറ്റ് ഡസന്റ് മീൻ അദ്ദേഹം ഇത് മോഷ്ടിച്ചെന്നുള്ളത്. അദ്ദേഹം നല്ല ട്യൂൺ എടുത്തു, അത് അഡാപ്റ്റ് ചെയ്തു, എന്നിട്ട് അത് പാടി. जिंदगी के हर एक मोड़ पे मैं. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെയാ പാട്ട് വന്നത്. പിന്നെ എന്റെ മറ്റൊരു ഗുരു ഉണ്ട്, മിസ്റ്റർ R.D. വർമ്മൻ. അദ്ദേഹം മ്യൂസിക്കിന്റെ രാജാവാന്ന് പറയാം. അദ്ദേഹം എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ चुरा लिया है तुमने जो दिल को, नजर नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल ना जाना सनम. ആ പാട്ട് എവിടുന്നുള്ള സോഴ്സ്, അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ If it's Tuesday, this must be Belgium. Now, my question is, എന്റെ പിന്നാലെ മാത്രമായിരിക്കും മീഡിയ വരുന്നത്. കോപ്പി കാറ്റ് എന്ന് പറയുന്നു, കള്ളൻ നമ്പർ 1 എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ അവർ പറയുന്നു. അപ്പൊ പല പാട്ട് ഇങ്ങനെ കട്ടെടുത്ത് അഡാപ്റ്റ് ചെയ്ത് ഒരു പാട്ട് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു. R.D. വർമ്മൻ വാസ് എ ജീനിയസ്. R.D. വർമ്മൻ സാർ വലിയ ആളാണ്, ശങ്കർജി സാറും വലിയ ആളാണ്. അതുപോലെ അന്നു മാലിക് എന്തെങ്കിലും ഒരു അഡാപ്റ്റ് ചെയ്തെടുത്താൽ അദ്ദേഹം വലിയ ആളാവത്തില്ലേ? മലിക് സാർ മറ്റൊരു ഡയറക്ടറും ഉണ്ട്. സാർ ഒരു മിനിറ്റ്, എനിക്കൊരു ഫ്ലോർ ഉണ്ട്, അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം. ഇദ്ദേഹം നമ്മുടെ ശങ്കർ ജയകൃഷ്ണൻ സാർ, മ്യൂസിക്കിന്റെ ഒക്കെ ഗുരു, ചേഞ്ച്ഡ് R.D. ബർമൻ ഒരു ചെറിയ ലൈൻ എടുത്തോണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പാട്ട് കമ്പോസ് ചെയ്തു. അതിനെന്ന് പറഞ്ഞാൽ അദ്ദേഹം കള്ളനാന്നല്ല അർത്ഥം. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഹി അഡാപ്റ്റഡ് 7 ലോഡഡ് മേഡ് ഇറ്റ്. ജനങ്ങൾ എല്ലാവരും അത് ആഗ്രഹിച്ചു. റീസെന്റ് ഒരു സിനിമ വന്നിരുന്നു. മ്യൂസിക് ഡയറക്ടറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് ആവശ്യമില്ലാത്ത കാര്യമാണ് എനിക്ക്. പക്ഷേ ഒരു ജേർണലിസ്റ്റ് ഹി ഗോട്ട് മൈ അറ്റൻഷൻ. ഒന്ന് റിവീൽ ചെയ്തപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ദിസ് സോങ് ഇസ് എ വെരി വെൽ അഡാപ്റ്റഡ് സോങ് എന്ന്. അതായത് ഞാൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് മോഷണമായിരിക്കും, പക്ഷെ അദ്ദേഹം എടുത്ത് അത് അഡോപ്ഷനും. വൈ ദിസ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ട്? ആ പാട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ലെറ്റ് മീ സിംഗ് ദിസ് സോങ്. You are the theme for my dream, da 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 da. ഇതൊരു വണ്ടർഫുൾ സോങ് ആണ്. ഈ പാട്ട് നിങ്ങൾ എടുത്തിട്ട് അതിന്റെ റിവ്യൂ നോക്കുവാണെങ്കിൽ നിങ്ങൾ വെരി വെൽ അഡോപ്റ്റഡ്. എന്തുകൊണ്ട് സർ? ഞാൻ ചെയ്ത മോഷണം, അവർ ചെയ്ത അത് അഡോപ്ഷൻ ആണോ? എന്തിനാണ് ഈ വ്യത്യസ്തത? എന്റെ ജോലിയെ കുറിച്ച് അവർക്ക് എന്തറിയാം? ഹോക്സ് നോക്കൂ, ഫുലാൽ നോക്കൂ, ഫിസ നോക്കൂ, അശോക നോക്കൂ, ബോർഡർ നോക്കൂ, റെഫ്യൂജീസ് നോക്കൂ, LOC കാർഗിൽ നോക്കൂ. ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് ആർക്കും ഓർമ്മയില്ലാത്ത? പക്ഷേ അനു മാലിക്കിന്റെ മേത്ത് മാത്രം നിങ്ങൾ മോഷണമാണെന്ന് പറയും. ആ സാരമില്ല, അമൻ അച്ചീവർ, എല്ലാവരും കൈയടിക്കേ. താങ്കൾ ശങ്കർ ജയകൃഷ്ണന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, R.D. ബർമന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ താങ്കൾക്ക് താങ്കളുടെ പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. സർ, എന്റെ പാട്ടും വരുന്നുണ്ട്. അതിൽ ഞാൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കണം. മർഡർ എന്നുള്ള ഫിലിമിൽ മല്ലിക ഷെറാവത്തിനെ നമ്മൾ ആ സീനിൽ കണ്ടു. ബീഗെ ഹോട്ട് ദരെ. ഈ പാട്ട് പാകിസ്ഥാനി സിംഗറായ നസാം ഷറാഫ് അവര് പാടിയ പാട്ടാണ്. മേനു തെരനാൽ. ഇത് പൂർണ്ണമായിട്ടും കോപ്പി. പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് പാടാൻ സാധിക്കത്തില്ല, പക്ഷേ ഞാൻ പാടാം. भीगे होठ तेरे. ഈ പാട്ടാണ്. വേണ്ട, മ്യൂസിക് വേണ്ട കേട്ടോ. ഈ പാട്ട് ഏറ്റവും വലിയ പ്രൊഡ്യൂസർ, അതായത് കേട്ടോളൂ, മുകേഷ് ഭട്ട്. പിന്നെ മഹേഷ് ഭട്ട് സാറിനെ ഞാൻ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഞാൻ വളരെ കടമപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ ലൈഫിൽ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ അവർക്ക് അത്രത്തോളം കടമപ്പെട്ടിട്ടുണ്ട്. ആ സിനിമയിലെ പാട്ടാണിത്. ഫോർ എക്സാമ്പിൾ, दिल को हजार बार रोका रोका रोका. ഇതാണ് അനു മാലിക്കിന്റെ പാട്ട്. അത് വിട്ടിട്ട് നിങ്ങൾ ബിഹാലെ പാട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹമാണ് ആ പാട്ട് കൊണ്ടുവന്ന് തന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അനു, ഇത് ഔട്ട്സോഴ്സ്ഡ് സോങ്സ് ആണ്, ഇത് സൂപ്പർ ഹിറ്റ് സോങ് ആണ്, ഇത് ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് മോഡിഫൈ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഒറിജിനൽ പാട്ടിന് ഈ പാട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. മുകേഷ് ഭട്ടിന് വേണ്ടി, മഹേഷ് ഭട്ടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അവരോട് ഞാൻ നോ പറയത്തില്ല. പിന്നെ ജനങ്ങളോട് ഞാൻ പറയാം, കാരണം അവരാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാനായിട്ട് അവരാണുള്ളത്. ഒരുപക്ഷെ ഒരു പ്രൊഡ്യൂസർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതിന് കാരണം ഡയറക്ടർ, ഏതെങ്കിലും ഒരു ഓഡിയോ കമ്പനി, അവരെന്തെങ്കിലും ഒരു ഫേവർ ചോദിക്കും. അപ്പൊ അതിനേറ്റ പോലെ ഞാൻ ചെയ്തേ പറ്റൂ. അതാണ് സത്യവും. ഒരിക്കലും ഇല്ല, ബട്ട് സാർ മോഷ്ടിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ഗുഡ് സോങ്. മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ മറ്റൊരു ഉദാഹരണം താങ്കൾക്ക് പറയാം. അമീർ ഖാന്റെ സിനിമയാണ് അകേലെ ഹം അകേലെ തും. അതിലെ പാട്ട് ഓ ഐ ലവ് യു ഡാഡി. ഒറിജിനലായിട്ട് ജിം റീൽസ് പാടിയ പാട്ടാണത്. ബഡ് യു ലവ് മീ ഡാഡി. പാടൂ, ആർക്കൊക്കെ ആ പാട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ പാടൂ, ധാരാളമായിട്ട് പാടൂ. പിന്നെ സാർ, ആ ട്യൂണിനെ കുറിച്ച് പറയണമെങ്കിൽ അതിന് ഞങ്ങൾ ലിറിക്സ് ആണ് എടുത്തത്, അല്ലാണ്ട് ആ മ്യൂസിക് അല്ല. എന്റെ പാട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ तू मेरा दिल तू मेरी जान ओ आई लव यू डैडी तू मासूम तू नादा but I love you daddy. ഇത് ഇംഗ്ലീഷ് വേർഡ്, ബട്ട് ഐ ലവ് യു ഡാഡി, ഐ ലവ് യു ഇങ്ങനെ അവർ മാത്രം പറയണമെന്ന് ആരും എഴുതി വെച്ചിട്ടില്ലല്ലോ, പിന്നെന്താ?
ഈ ലിസ്റ്റ് വളരെ വലുതാണ് സർ. ഖാലിദ് മുഹമ്മദിന്റെ ഫിലിം ഫിസ, ആജാം മഹിയ. അത് വലിയൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പക്ഷേ ബ്രിട്ടനിലുള്ള ബലി ജഗ്ബാൾ പറഞ്ഞത് ഈ കോമ്പോസിഷൻ അദ്ദേഹത്തിൻ്റെതാണെന്നാണ്. പിന്നെ മൻസൂറിന്റെ പാട്ട് ആജാ സോണിയ, അത് അദ്ദേഹത്തിന്റെ കാർബൺ കോപ്പിയാണ്. ബല്ലി സാറിന് നമസ്കാരം. സാജിയ സാറ് വലിയൊരു കലാകാരനാണ്, അദ്ദേഹത്തിന് ഞാൻ പറയുവാണ്, നന്ദി പറയുവാണ് ഞാൻ. അതിന്റെ അടുത്ത് തന്നെ നിങ്ങൾ എന്റെ പാട്ടും കൂടെ ഒന്ന് പ്ലേ ചെയ്യണം. അപ്പൊ അറിയാൻ പറ്റും അവർ ചെയ്തത് എത്രയും വലിയ തെറ്റാണ്. ആജാ മാഹിയ, ആജാ സോണിയെ 1000 പ്രാവശ്യം ജനങ്ങൾ പാടിയിട്ടുണ്ട്, 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ സോണിയെന്ന്. അപ്പൊ അവരത് എന്റെ പാട്ടി പറയുമ്പോ എന്താണ് തെറ്റ്? എന്റെ പാട്ട് എങ്ങനെ സ്റ്റാർട്ട് ആവുന്നതെന്ന് വെച്ചാൽ, धूप बलू मैं तेरे हाथों में, आ सजदा करूं मैं तेरे हाथों में, ओ सुबह की मेहंदी छलक रही है, आजा आजा माहिया, ओ आजा माहिया, ओ आजा माहिया. പിന്നെതാ ഇങ്ങനെയാണ് ഇത് എപ്പോഴാ പാടിയെന്ന് വെച്ചാൽ 20 വയസ്സുള്ളപ്പോ. ഈ പാട്ട് ഇപ്പോഴാണ് വന്നത്. സോണിമേ വാലയിൽ ഞാൻ എപ്പോഴോ കൊടുത്തതാണിത്. അല്ല, എന്റെ പ്രായങ്ങളിൽ നിങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്യേ. ഇപ്പൊ നിങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ 20 വയസ്സിൽ തന്നെ ഇത് കൊടുത്തൊന്ന് റെസ്പെക്ട് ചെയ്യണം. മറ്റൊരു ഉദാഹരണം എന്റെ പക്കലുണ്ട്. അടുത്തത് വന്നു ഇപ്പോ. ഇനി ഇതിപ്പോ ഒന്നും തീരത്തില്ല. വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. മാധുരി ദീക്ഷിത് അഭിനയിച്ച സിനിമയെ യാരാനാം, അതിൽ താങ്കളാണ് മ്യൂസിക് ഡയറക്ടർ. മേരാ പിയ ഖറായ. അതെ സർ. നുസ്രത്ത് ഫത്തേ അലി ഖാന്റെ പാട്ടാണ്, സൂപ്പർ ഹിറ്റാണ്. അതിലെ വരികളാണ് മേരെ പിയ ഖറായ ഓ ലാൽദി. താങ്കൾ ലാൽദിക്ക് പകരം റാംജി എന്ന് വെച്ചു, അത്രേ ഉള്ളൂ വ്യത്യാസം. സാർ, ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ന്യൂസ് ഫത്തേ അലി ഖാന് നമസ്കാരം. അപ്പോ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ ദൈവം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, അത് ഞാനിപ്പോൾ പറയാം. ഞാൻ ന്യൂസ് ഫത്തേ സാറിനെ കണ്ടതായിരുന്നു, എന്റെ പ്രൊഡ്യൂസർ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് ഈ പാട്ട് ഞാൻ ഇട്ട് കാണിച്ചതാണ്. പിന്നെ ആ ഫുൾ അത് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. പിന്നെ ആ പാട്ടിന് ഒരു ലൈൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് എടുത്തു. അദ്ദേഹം പറഞ്ഞത് ഈ ഫുൾ ലൈൻ നിങ്ങൾ ചേഞ്ച് ചെയ്തെന്ന്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മ്യൂസിക്, ഇൻട്രൊഡക്ഷൻ മ്യൂസിക്, സെക്കൻഡ് മ്യൂസിക്, തേർഡ് മ്യൂസിക്, അദ്ദേഹം എല്ലാം അതിലുള്ളത് ഞങ്ങൾ മാറ്റി. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാ, നമ്മുടെ SJ സർ അല്ലെങ്കിൽ പഞ്ചം ദാസ് സർ, പിന്നെ ഇവിടെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഇൻഡോനേഷ്യൻ മ്യൂസിക് എടുത്തു നോക്കാം, അല്ലെങ്കിൽ കാരോനേഷ്യൻ മ്യൂസിക് ആൽബംസ് നമുക്ക് എടുത്തു നോക്കാം. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ അവരെടുക്കും. ഒന്നുകിൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും, കാരണം ഏതെങ്കിലും ഒരു സ്റ്റാർസ് അവരുടെ അടുത്ത് പറഞ്ഞു കാണും. അത് ഒന്നുകിൽ സ്റ്റാർസോ അല്ലെങ്കിൽ വലിയ ആക്ടേഴ്സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് അങ്ങനെ ക്രിയേറ്റ് ആയത്. പക്ഷേ ദ ബോട്ടം ലൈൻ ഇസ് no one want to pressure it, and the bottom line is no one want to copy. Bottom line is you want to make it like a JB Datta. ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലൈൻ പറയാം. നിങ്ങളിപ്പോൾ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ബോർഡറിന്റെ പാട്ടൊന്ന് കേട്ടു നോക്കിയേ. എങ്ങനെയുള്ള ഒരു പാട്ടാ. എവറി സോങ് ഇസ് ഒറിജിനൽ. കാരണം JB Datta എന്നെ വിശ്വസിച്ചു, എന്നെ കൊണ്ട് പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എനിക്ക് ഫിലിം ഫെയർ അല്ല, ആക്ച്വലി എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ആ പാട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലപോലെ ഹിറ്റായതാ. നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം അശോക പാട്ടൊന്ന് എടുത്തു നോക്ക്. പിന്നെ നിങ്ങൾ അക്സ് നോക്കണം, എല്ലാം ഒറിജിനലാ. ദ റീസൺ ഈസ് വെൻ യു ഹാവ് എ മേക്കർ ലൈക്ക് രാകേഷ് നെഹ്റ, JP Datta, മൻസൂർ ഖാൻ. പിന്നെ ഞാൻ മറ്റൊരു സിനിമയും ചെയ്തു, ഫറാ ഖാൻ. സിനിമയുടെ പേര് മേഹുന. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് എനിക്ക് ആക്ച്വലി ഫിലിം ഫെയർ അവാർഡ് കിട്ടിയത്. അതിൽ ഒരു പാട്ടിന് പോലും നിങ്ങൾക്ക് സോഴ്സ് കിട്ടത്തില്ല. എന്തുകൊണ്ട്? കാരണം അവരെന്നെ വിശ്വസിച്ചു. അന്ന് CD ഒന്നും ഇല്ല. അവരങ്ങനെ ഒന്നും ചെയ്യത്തുമില്ല. അവരെന്നെ നല്ലപോലെ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ ചെയ്തു. ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിച്ചത്. ആരെങ്കിലും സോഴ്സ് എടുത്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ അത് ചെയ്യും. ഞങ്ങൾക്ക് ചെയ്യാണ്ട് വേറെ വഴിയില്ല. അതാണ് അവസ്ഥ. അങ്ങനെയാണ്. അതൊന്നും ഞങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല. അവർ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നെ വിശ്വസിച്ചു വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്ത സോങ്സ് ജനങ്ങൾ അംഗീകരിച്ചു, അത് ഹിറ്റായി. അതുകൊണ്ട് Clap for that. താങ്കളുടെ ഷോ ഒക്കെ കണ്ടതിന് ശേഷം എനിക്കും വിശ്വാസം വന്നു താങ്കൾ ധാരാളം ഒറിജിനലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ താങ്കൾ അഡോപ്റ്റ് ചെയ്ത പാട്ടുകളെക്കുറിച്ചാണ് ധാരാളം ചർച്ചകൾ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സർ, യു ആർ റൈറ്റ്. 10,000 പാട്ടില് ഒരു പക്ഷേ ഞാനൊരു 5 പാട്ട് അഡാപ്റ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത്. 9,000 ഒറിജിനൽ പാട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഇതായിരിക്കും അപ്പം എൻ്റെ ജാതകം. ജനങ്ങൾ ക്ലാപ്പ് ചെയ്തതിന് ശേഷം തീർച്ചയായും താങ്കളുടെ പോയിന്റ് ഗ്രാൻഡ് ചെയ്തേ മതിയാകൂ. താങ്കൾ കോപ്പി കാറ്റ് അല്ലെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വാസം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. ഈ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തുകൊണ്ടിരുന്നത്. വേറെ ആരുടെയും പേര് ഹെഡ്ലൈൻസിൽ ഇത്രയധികം തവണ വന്നിട്ടില്ല. നിങ്ങൾ മാത്രമാണ് മീഡിയ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മ്യൂസിക് മോഷ്ടിക്കുന്നു എന്നും പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? മീഡിയ എന്തുകൊണ്ടാണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്? അതിന്റെ കാരണം അദാലത്തിൽ ഈ രജിത് സാറിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആപ്കി അദാലത്തിലോട്ട് വന്നതിന് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. രജിത് സാർ പറഞ്ഞു കഴിഞ്ഞ് എനിക്കെതിരെ ഒരു കുറ്റാരോപണവും ഇല്ലെന്ന്. ഇപ്പൊ അവസാനം ഈ കുറ്റാരോപണവും നീങ്ങിയിട്ടുണ്ട്. യു ആർ നോട്ട് എ കോപ്പി കാറ്റ്, യു ആർ ഒറിജിനൽ. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു. വളരെ സ്ട്രിക്റ്റ് ആയ ഓഫീസർ. അദ്ദേഹം പറയാമെങ്കിൽ അപ്പൊ നിങ്ങൾക്കും പറയാമല്ലോ. ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. എൻ്റെ അടുത്ത് വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം അനു മലിക്കിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും.
ആപ്കി അദാലത്തിൽ ഇന്ന് ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടറായ അനു മാലിക്കാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ അനു മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരുടെ കൂടെയും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് താങ്കൾ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് താങ്കൾ പറയുന്നത് കേൾക്കാത്തവരുടെ കൂടെ താങ്കൾ വഴക്കുണ്ടാക്കുമെന്നാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഉദിത് നാരായണനെ പോലുള്ള ഒരു സിംഗർ, അദ്ദേഹം താങ്കളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദീവാന കർഗെ എന്ന സിനിമയിൽ താങ്കൾ അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ നിന്നും പറഞ്ഞു വിട്ടതായിട്ടാണ് കേട്ടത്. ഉദിത് സർ വളരെ നല്ല മനുഷ്യനാണ്, വളരെ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു സിംഗറാണ്. അദ്ദേഹത്തിന്റെ കലയ്ക്കും അദ്ദേഹത്തിന് ഇതിനും വേണ്ടി ഞാൻ നല്ലൊരു സല്യൂട്ട് കൊടുക്കാം. സോ നല്ല കാര്യം ഞാൻ പറഞ്ഞു, പക്ഷേ ഏതൊരു കാര്യം എന്നെ നല്ലപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോ എന്താ നടന്നതെന്ന് വെച്ചാൽ, അതായത് ഞങ്ങളുടെ റെക്കോർഡിംഗ് ടൈം നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 മണി. അദ്ദേഹത്തിന് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇപ്പൊ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ 3-ന് ശേഷം 4, 5, 6, 7, 8. മറ്റൊരു ഭാഗത്ത് ആർട്ടിസ്റ്റ് വന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ലേറ്റ് ആവും തോറും ഞാൻ ലേറ്റ് റെക്കോർഡിങ്ങിന് വേണ്ടി, ലേറ്റ് നൈറ്റ് റെക്കോർഡിംഗ് ആകുമ്പോൾ എല്ലാവർക്കും കഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ വന്നതിന് ശേഷം അദ്ദേഹം ആണെങ്കിൽ ഭയങ്കര എക്സ്ക്യൂസ് ആയിരുന്നു, ഞാൻ ഇവിടെയാണ് അവിടെയാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ലൈൻ ഉണ്ട്, അത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം, സാർ അത് എൻ്റെ ടയർ എൻ്റെ ഒന്ന് പഞ്ചറായിപ്പോയി. മറ്റൊരു കോമഡിയായ കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ 4 ടയറും പഞ്ചറായി, സ്റ്റെപ്പിനി പഞ്ചറായി പോയി എന്നും പറയും. ഞാൻ ചോദിച്ചതാ സാറേ സ്റ്റെപ്പിനി എങ്ങനെയാ പഞ്ചറാവുന്നത്, പക്ഷെ അദ്ദേഹം അതിനുള്ള ഉത്തരം തന്നതായിരുന്നു. പക്ഷെ അദ്ദേഹം ആ പാട്ടും കേട്ടോണ്ട് മൈക്കിൻ്റെ അടുത്ത് പോയി. പിന്നെ എനിക്ക് പണിയെടുക്കുന്ന സമയത്ത് വളരെ കറക്റ്റ് ആയിരിക്കണം, ഇനി നന്നായിട്ട് പാടണം, ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പാടൂന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അതെനിക്ക് വളരെ കഷ്ടമായിപ്പോയി. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ വാക്ക് ഞാൻ പറയത്തില്ല കാരണം അത് പബ്ലിക് ആണല്ലോ. നിങ്ങൾ ഇങ്ങനെയാണ് ജോലി എടുക്കുന്നതെന്ന് വെച്ചാൽ ശരി, ഇപ്പം നിങ്ങൾ പൊക്കോളൂ, നമുക്കത് പിന്നെ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എൻ്റെ പാട്ട് പാടണ്ട, നിങ്ങൾ പൊക്കോളൂ ഇവിടുന്ന്. അത് വഴക്കല്ല. ഞാൻ എൻ്റെ വർക്കിൽ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും എൻ്റെ പാട്ട് എപ്പോഴും നന്നായിട്ട് വരണമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ ആർട്ടിസ്റ്റ് അതിന് വേണ്ടി എനിക്ക് വർക്ക് ചെയ്ത്. താങ്കൾക്ക് ഉദിത് നാരായണനെ പറഞ്ഞുവിടാൻ സാധിക്കും. ഹിമേഷ് ദേശവയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കൂ? ദുൽഷൻ കുമാറിന്റെ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തില്ലേ, അതിനെക്കുറിച്ച്? പക്ഷേ സ്ത്രീകളുടെ കൂടെ ഒരിക്കലും താങ്കൾ വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ലല്ലോ. ഞാനത് തീർച്ചയായിട്ടും പറയുന്നു. ഞാനൊരു ലവറാണ്, അൺഡിസിപ്ലിൻഡ് ഗൈ അല്ല. ഞാൻ വുമനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാനൊരു ലവറാണ്, ഞാനൊരു അൺഡിസിപ്ലിൻഡ് ഗൈ അല്ല. अपन बोला वो मेरी लैला और वही बोली झूठ बोलता है साला. अपन जब भी सच्ची बोलता है उसको झूठ क्या को लगता है, ये उसका स्टाइल होएगा, होठों पे ना दिल में हाँ होएगा. ഇതാണ് എൻ്റെ ലൈഫ്. ഈ ചോദ്യത്തിന് എന്നെ കൊണ്ട് മറ്റൊരു പാട്ടും കൂടെ പാടാൻ കഴിയും. गोरी 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 कभी कभी कहीं कहीं चोरी चोरी छुप छुप के तुम मिला करो, प्यारी प्यारी बातें बातें किया करो, पर यूं ना मिलना किसी से कभी हमारे सिवा. गोरी 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 कभी कभी कहीं कहीं चोरी चोरी. ഇൻ ഷോർട്ട്, ഐ റെസ്പെക്ട് വുമൻ, ഐ ഗെറ്റ് ഇൻസ്പയർഡ് ബൈ വുമൻ. കാരണം കുഞ്ഞുങ്ങളുടെ ചിരി പോലും ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ചുമര് നോക്കി നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഭംഗിയുള്ള മുഖം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് വരെ അതിലൊരു തെറ്റുമില്ല. ഞാൻ അകത്തും പുറത്തും ഒരുപോലെ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഞാനൊരു മനുഷ്യനാണ്, എന്നെ ലവ് ചെയ്യുന്നവരെ ഞാൻ തിരിച്ച് ലവ് ചെയ്തിരിക്കും. ഐ റെസ്പെക്ട് വുമൻ. എൻ്റെ വീട്ടിൽ 3 ലേഡീസ് ഇരിപ്പുണ്ട്, എൻ്റെ വൈഫ്, എൻ്റെ 2 മക്കള്. ആൻഡ് ടു മീ, ഞാൻ ലേഡീസിനെ നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ നന്നായിട്ട് നോക്കുന്നതാണ് എന്റെ ഗുണം, ഇതാണ് എന്റെ ശീലം. ഞാൻ ഇങ്ങനെയാണ് ഇൻസ്പയർ ആയത്. ഇത് ഇൻസ്പിറേഷൻ തെറ്റാണെന്ന് വെച്ചാൽ ഐ എം റിയലി സോറി. ഐ ഡോണ്ട് ബൈ ദിസ് അറ്റ് ഓൾ. പക്ഷെ സാർ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ കണ്ണിൽ ഒരു പ്രകാശം കാണുന്നുണ്ട്. പാട്ട് പുറത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു. അതെ സാർ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ചിരിയായിരിക്കും, അല്ലെങ്കിൽ പെണ്ണിന്റെ വേറെ എന്തെങ്കിലും ഒരു ശീലമായിരിക്കും. അത് നമ്മളെ ഇംപ്രസ് ചെയ്യും. അതിലൊരു തെറ്റുമില്ലെന്ന് ഞാൻ കരുതുന്നു. അനു സാർ, താങ്കളുടെ മ്യൂസിക്കിനെ കുറിച്ച് പല ചോദ്യങ്ങളും ആപ്കി അദാലത്തിൽ ഇനിയും ബാക്കി കിടപ്പുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ അനു മാലിക്കിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ അനു മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം അരഗണ്ടാണ് എന്നുള്ളതാണ്. പറയൂ സാർ, താങ്കൾ എത്രത്തോളം പോപ്പുലർ ആണോ, എത്രത്തോളം പ്രശസ്തനാണോ, താങ്കളുടെ പാട്ടുകൾ ജനങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം താങ്കൾ അരഗന്റായി എന്നുള്ളത്. നമ്മുടെ ഇൻഡസ്ട്രി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫ്രൈഡേ ടു ഫ്രൈഡേ,
ഫ്രൈഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രൈഡേ സിനിമ റിലീസ് ആവുകയാണെങ്കിൽ, അത് ഹിറ്റ് ആവുകയാണെങ്കിൽ അനു ഐ ലവ് യു, നിങ്ങൾ വലിയ മ്യൂസിക് ഡയറക്ടറാ, ഇങ്ങനെയൊക്കെ അവർ പറയും. ഒരുപക്ഷെ പടം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ മറക്കും. ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ ഞാനത് മനസ്സിലാക്കി. ഇപ്പൊ ഈ ഇൻഡസ്ട്രി പ്രാക്ടിക്കൽ ആയിരിക്കുവാണെങ്കിൽ ഞാനും പ്രാക്ടിക്കൽ ആയിരിക്കും. ഞാൻ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിച്ചു, അതായത് ഈ പാർട്ടിക്കൊന്നും ഞാൻ പോകില്ല. ഒരുപാട് പേരെ കാണാൻ ആഗ്രഹമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പ്രൊഡ്യൂസർ എന്നെ അപ്രോച്ച് ചെയ്യണം, ഞാൻ അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്ത് വർക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഐ ഡോണ്ട് സ്മോക്ക്, ഐ ഡോണ്ട് ഡ്രിങ്ക്, I don't wine and I don't touch champagne too. ചിലപ്പോൾ ഞാൻ പാൻ കഴിക്കും, അതും വെറും സാധാ പാനാണത്, വിത്തൗട്ട് ടൊബാക്കോ. അത് നല്ല ഭക്ഷണം കഴിക്കുവാണെങ്കിൽ. അതല്ലാണ്ട് പാർട്ടി ഇപ്പോൾ എന്താ സംസാരിക്കാൻ പോകുന്നത് ഞാൻ തന്നെ? പിന്നെ അത് തന്നെയല്ലേ പറയാൻ പോകുന്നത്. ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് സംസാരിക്കും. അവർക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഞാൻ അറഗന്റ് ആണെന്ന്, അതായത് എനിക്ക് ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അവൻ അങ്ങനെ സംസാരിക്കില്ല എന്നൊക്കെ. പിന്നെ ഡ്രസ്സിംഗ് സെൻസ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് തന്നെ അവരൊരു റൂളുണ്ട്. ഞാൻ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ക്യാപ്പ് ഇടും, പിന്നെ എൻ്റെ ബീഡ്സ്, തൊപ്പി. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്റെ വൈഫ് എടുത്തോണ്ട് കട്ട് ചെയ്തു, ഇതൊക്കെ കൂടിയെന്നും പറഞ്ഞു. നിങ്ങൾക്ക് 2 മോളുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ലെന്നും പറഞ്ഞായിരുന്നു അവൾ ചെയ്തത്. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ താങ്കളുടെ ജോലിയുടെ കാര്യം വരുമ്പോൾ താങ്കൾ എന്ത് പറയുന്നു വെച്ചാൽ, അതായത് ഷാരൂഖ് ഖാൻ ഹിറ്റായതിന് കാരണം ഞാനാണ് ഈ കാലി കാലി ആങ്കിയെ പാട്ടുപാടി, ഊർമിള ഹിറ്റായതിന് കാരണം ഞാനാണ് ചമ്മ ചമ്മ പാട്ട് പാടിക്കൊണ്ട്, ശില്പ ഹിറ്റായതിന് കാരണം ഞാനാണ് ചുരാലിയ പാടിക്കൊണ്ട്, കരീഷ്മ ഹിറ്റായത് സെക്സി സെക്സി പാട്ട് പാടിയത് കാരണമാണ്. നല്ല കാര്യമാണ്, നിങ്ങൾ അവസാനം അക്നോളജ് ചെയ്തു എന്റെ പാട്ട് കൊണ്ടല്ല ഹിറ്റായെന്ന്. വെരി ഗുഡ്. ഞാനിപ്പോ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ വന്ന കാര്യം അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ എവ്രി ഗ്രേറ്റ് ഗുഡ് കമ്പോസർ നീഡ്സ് എ വെരി ഗുഡ് സ്റ്റാർ. ഒരുപക്ഷെ ഷാരൂഖ് ഖാൻ ബാസിഗറിൽ ഹിറ്റ് ആവുകയാണെങ്കിൽ ഷാരൂഖ് ഖാൻ കൊണ്ട് മാത്രമാണ് ഞാൻ ലക്കി ആയത്, കാരണം ആ ഷാരൂഖ് ഖാൻ കാരണം ആ സിനിമ ഹിറ്റായത്. ഐ അഡ്മയർ ഷാരൂഖ് ഖാൻ വെരി മച്ച്. അതുപോലെ ഊർമിള മാത്തോഡ്ഗർ, ഒരിക്കലും ഊർമിള ഒരു ചമ്മ ഗേളല്ല, അവര് പെർഫോം ചെയ്തു, അതുകൊണ്ട് അവരത് ഹിറ്റായത്. അതിനുവേണ്ടി നാട് നീളെ ഈ പാട്ട് ഹിറ്റായി. ഒരുപക്ഷെ സുസ്മിത സെന്നെ കുറിച്ച് പറയണേൽ, മസ്ത് മഹാൽ ഗേളിനെ കുറിച്ച് പറയണേ, കറീനേനെ സെക്സി സെക്സി ഗേൾ എന്ന് അവർ പറഞ്ഞാൽ, അല്ലെങ്കിൽ ശില്പ ഷെട്ടിനെ തുറാക്കെ ദിൽ മേര എന്ന് അവർ പറയുവാണെങ്കിൽ, ഐ അക്നോളജ് മൈ കോൺട്രിബ്യൂഷൻ. ഞാൻ അങ്ങനത്തെ പാട്ടാണ് അവർക്ക് കമ്പോസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ കാരണം അവർക്ക് അത്രയും വലിയ ഹിറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ലൈഫ് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. ഇതെല്ലാരും ഇങ്ങനെ തീമായിട്ട് ചെയ്യുമ്പോൾ ആരെ കൊണ്ട് തടയാൻ പറ്റത്തില്ല. ഇതാണുള്ള സത്യം പറഞ്ഞാൽ. ഇപ്പോ ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇതാണ് ഫൈനൽ റൗണ്ട്. അതാ അവിടെ ആ റെഡ് ടീഷർട്ട്. സർ, നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ മ്യൂസിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 പേര് ഇവിടെ പാടാമോ? ഞാൻ ലൈനായിട്ട് ഓരോ പാട്ട് നിങ്ങൾക്ക് പാടി കാണിച്ചു തന്നേക്കാം. सर इजाजत है प्लीज. किसका है ये तुमको इंतजार मैं हूं ना, देख लो इधर तो एक बार मैं हूं ना. ओ किसका है ये तुमको इंतजार मैं हूं ना, देख लो इधर तो एक बार मैं हूं ना. खामोश क्यों हो, जो भी कहना है कहो, तुमको मिलेगा उतना प्यार मैं हूं ना. किसका है ये तुमको इंतजार मैं हूं ना, देख लो इधर तो एक बार मैं हूं ना. എനിക്ക് രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട പാട്ട് वो ये काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसी चाल, देखा जो तुमको जानन हुआ है बुरा हाल. हाय हाय ये काली काली आंखें, ये गोरे गोरे गाल. മറ്റൊരു പാട്ട് संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, तुम बिन ये घर सुना है. അതെ, ഞാൻ ദേശഭക്തനാണ്. ഐ ലവ് ദി ആർമി, ഐ ലവ് ദി നേവി, ഐ ലവ് ദി എയർഫോഴ്സ് and I love India. So I will sing. कसम ली है हमने, कसम ना तोड़ेंगे, we love you ओ इंडिया, तुझे ना छोड़ेंगे. जा कसम जाने जा, प्यार है तुमसे ना, तू ही बता देना,
कैसे छोड़ेंगे. പിന്നെ അങ്ങനെ തന്നെ എന്റെ ഫേവറേറ്റ് പാട്ട് ഉമ്രാവു ജാവോ ജാനേമൻ. अजनबी ഈ പാട്ട് നിങ്ങൾ കേട്ടോക്ക്. शहर है अजनबी, शाम है जिंदगी अजनबी, क्या तेरा नाम है. This is very well worded by Gulzar Saab and I love this song. That's it. അനു മാലിക് സർ, ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പല ചോദ്യങ്ങളും താങ്കളോട് ചോദിച്ചു. അതിനെല്ലാം താങ്കൾ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ഉമാ ശർമ്മയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ നമ്മൾ അനു മാലിക്കിനോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ അദ്ദേഹത്തിന് കോപ്പി കാറ്റ് എന്നുള്ള പേര് എങ്ങനെ ലഭിച്ചു എന്ന് നമ്മൾ ചോദിച്ചു, പിന്നെ അദ്ദേഹത്തിന്റെ അരഗന്റ് എന്നുള്ള പേരിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു, പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം നടത്തുന്ന യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു. ഇന്ന് ആപ്കി അദാലത്തിലെ ജഡ്ജി പ്രസിദ്ധ ഡാൻസറായ ഉമാ ശർമ്മയുടെ ജഡ്ജ്മെന്റ് നമുക്കിപ്പോൾ നോക്കാം. താങ്കളുടെ മ്യൂസിക് ഞാൻ എത്രത്തോളം കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഒരു വെസ്റ്റേൺ രീതിയിലാണുള്ളത്. അതിൽ നിങ്ങൾ ഒരു കാര്യം മറന്നുപോയിട്ടുണ്ട്. എസ് ടി ബർമൻ, നൌഷാദ്, അനിൽ വിശ്വാസ്, മദൻ മോഹൻ, താങ്കൾ പറഞ്ഞതുപോലെ ആർ ഡി ബർമൻ, ഇവരുടെ എല്ലാവരുടെയും മ്യൂസിക് ഏതളവിലാണ് ഹിറ്റായെന്ന് വെച്ചാൽ ഇന്ന് ആ പാട്ട് നമ്മൾ എവിടെ കേട്ടാലും പാടാൻ ആരംഭിക്കും. ആ പാട്ട് അത്രത്തോളം മനോഹരമാണ്. കേൾക്കാനും പാടാനും ഡാൻസ് കളിക്കാനും അത്രയ്ക്ക് മനോഹരമായിരിക്കും. ഇപ്പോഴുള്ള പാട്ടിനൊന്നും ആ ഫീല് കിട്ടാറേയില്ല. പിന്നെ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിന് കാരണം താങ്കളുടെ മ്യൂസിക് നോക്കുകയാണെങ്കിൽ വളരെ ഹിറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ കഷ്ടപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ താങ്കൾക്ക് എൻ്റെ അഡ്വൈസ് ഇതാണ്, തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് അവരുടെ മ്യൂസിക് ഏത് രീതിയിലാണ് ഹിറ്റായത് അതൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. അത് കണ്ടിന്യൂ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഈ അഡ്വൈസ് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു. നന്നായി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. തീർച്ചയായിട്ടും ജഡ്ജ് മാഡം. പിന്നെ ഞാൻ ഉമ്രാവു ജാവിൽ അത് ട്രൈ ചെയ്തിരുന്നു. ഇതിനുശേഷം ഞാൻ അത് ചെയ്യും. താങ്ക് യു സോ മച്ച്. അനു മാലിക് തന്റെ സംഗീത ലോകത്ത് ജനങ്ങളെ കീഴടക്കും, പുതിയ പുതിയ മ്യൂസിക്കുകൾ സൃഷ്ടിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ആപ്കി അദാലത്തിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.